KSRTC ചാലക്കുടി ഡിപ്പോയുടെ ബജറ്റ് ടൂറിസം സെൽ സംഘടിപ്പിക്കുന്ന അയ്യപ്പ ചരിതത്തിലൂടെ ഒരു തീർത്ഥാടന യാത്ര എന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായി നാം കുളത്തൂപ്പുഴയിലെത്തി ബാലകനായി കുടികൊള്ളുന്ന അയ്യപ്പനെ ദർശിച്ചതിന് ശേഷം അവിടെ നിന്നും ആര്യങ്കാവിലെത്തി ആര്യങ്കാവിൽ തിരു ആര്യനായി ദർശനമേകുന്ന അയ്യപ്പനെ ദർശിച്ചതിന് ശേഷം അവിടെ നിന്നും അച്ഛൻ കോവിലിലേക്ക് നമ്മുടെ യാത്ര തുടരുകയാണ്. KSRTC ചാലക്കുടി ഡിപ്പോയുടെ വളരെ മഹത്തായ ഒരു സേവനമാണ് ഈ അയ്യപ്പ ചരിതത്തിലൂടെയുള്ള തീർത്ഥാടന യാത്ര എന്ന ഈ ഏകദിന യാത്ര. ബാലകനായി കുളത്തൂപ്പുഴയിലും യൗവനസ്ഥനായ അയ്യനെ ആര്യങ്കാവിലും ഗൃഹസ്ഥാശ്രമിയായി അച്ഛൻ കോവിലും തൊഴുത് ശ്രീ അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയർ എന്ന് കരുതുന്ന ബാല്യകാലം ചിലവഴിച്ച പന്തളം കോയിക്കൽ കൊട്ടാരത്തിലെ അയ്യപ്പ ക്ഷേത്രത്തിലെത്തി ഈ തീർത്ഥാടനം പൂർത്തീകരിച്ച് പുണ്യം നേടാൻ ഒരുക്കിയ ഒരു അസുലഭ അവസരമാണ് ചാലക്കുടി BTC തീർത്ഥാടകർക്കായി ഒരുക്കിയിരിക്കുന്നത്. ഈ തീർത്ഥാടന യാത്രയിൽ പ്രധാനമായും കുളത്തൂപ്പുഴ, ആര്യങ്കാവ്, അച്ഛൻ കോവിൽ, പന്തളം എന്നിവിടങ്ങളിലാണ് യാത്ര നടത്തുക. അതിൽ തന്നെ ആര്യങ്കാവിൽ നിന്നും അച്ഛൻ കോവിലിലേക്കുള്ള യാത്ര അതിമനോഹരമായ കാനനയാത്രയാണ്. റബ്ബർ തോട്ടങ്ങളുടെയും മറ്റ് കാടുകളുടെയും മധ്യത്തിലൂടെ പോകുന്ന വഴിയിലൂടെ വളരെ വിരളമായി മാത്രമേ മറ്റു വാഹനങ്ങൾ പോലും സഞ്ചാരം നടത്തുകയുള്ളൂ. വനം വകുപ്പിൻ്റെ കർശന നിയന്ത്രണമുള്ള ഈ വഴിയിൽ KSRTC ബസ്സുകൾ പോലും വളരെ വിരളമായി മാത്രമേ ഓടുന്നുള്ളൂ. ഇന്ന് നമ്മുടെ ഈ ബസ്സിനോടൊപ്പം ആറ്റിങ്ങൽ KSRTC ഡിപ്പോയുടെ ബജറ്റ് ടൂറിസം സെൽ സംഘടിപ്പിക്കുന്ന ഈ യാത്രയിലേക്ക് വന്ന ഒരു ബസ് കൂടി നമുക്ക് മുന്നിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നാം ഈ യാത്രയിൽ ആര്യങ്കാവിൽ നിന്നും അച്ഛൻ കോവിലിലേക്ക് യാത്ര പോകുന്ന സമയത്ത് ആര്യങ്കാവിൻ്റെ ചരിത്രവും അതുപോലെ തന്നെ അച്ഛൻ കോവിലിൽ ഗൃഹസ്ഥാശ്രമിയായി ദർശനമേകുന്ന അയ്യപ്പൻ്റെ ചരിത്രവുമാണ് നമ്മുടെ മനസ്സിലേക്ക് കൂടിയെത്തുക. കേരളത്തിലെ കൊല്ലം ജില്ലയിലെ ഒരു വളരെ മനോഹരമായ സ്ഥലമാണ് ആര്യങ്കാവ്. തമിഴ്നാട് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ആര്യങ്കാവിലൂടെ കൊല്ലം തിരുമംഗലം ദേശീയപാത കടന്നു പോകുന്നു. കൊല്ലം ചെങ്കോട്ട റെയിൽപാതയും ഇതിലൂടെ കടന്നു പോകുന്നു. കൊല്ലത്ത് നിന്നും ചെങ്കോട്ടയിലേക്ക് ഉള്ള ട്രെയിൻ യാത്ര അതിമനോഹരമായ ഒരു കാഴ്ച കൂടി ഏതൊരു യാത്രികനും പ്രദാനം ചെയ്യുന്ന ഒന്നാണ്. ഇവിടെയാണ് ആര്യങ്കാവ് ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആര്യങ്കാവ് ധർമ്മശാസ്താ ക്ഷേത്രം, ആര്യങ്കാവ് ചുരം, പാലരുവി വെള്ളച്ചാട്ടം എന്നിവ ഇവിടുത്തെ മാത്രം പ്രത്യേകതകൾ കൂടിയാണ്. ഈ പ്രദേശത്തിന് ആര്യങ്കാവ് എന്ന പേര് വന്നതിന് പഴമക്കാർ പല വ്യാഖ്യാനങ്ങളും നൽകാറുണ്ട്. ഈ പ്രദേശത്ത് 1000 കാവുകൾ ഉണ്ടായിരുന്നതിനാൽ ആയിരങ്കാവ് എന്നറിയപ്പെട്ടു. അത് പിന്നീട് ശോഷിച്ചാണ് ആര്യങ്കാവ് ആയതെന്ന് ആണ് ഒരു ചരിത്രം. ആര്യന്മാരുടെ വരവുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തിന് ആര്യങ്കാവ് എന്ന പേര് വന്നു എന്ന് മറ്റൊരു വിശ്വാസം. അച്ഛൻ കോവിൽ ക്ഷേത്രപ്രതിഷ്ഠ അരശനും ആര്യങ്കാവിൽ അയ്യനും ആണ്. അരശൻ്റെ കോവിൽ അരശൻ കോവിലും അയ്യൻ്റെ കാവ് അയ്യൻകാവും എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കാലക്രമേണ ഇത് യഥാക്രമം അച്ഛൻ കോവിലും ആര്യങ്കാവിലുമായി മാറി എന്നാണ് ചരിത്രം.
നാം നമ്മുടെ യാത്ര തുടരുമ്പോൾ ഒരു അയ്യപ്പ ഭക്തി ഗാനം കേട്ടുകൊണ്ടാകാം നമ്മുടെ മുമ്പോട്ടുള്ള യാത്ര. കാരണം നമ്മുടെ യാത്രയുടെ ഓരോ സ്റ്റെപ്പിലും ഈ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ അയ്യപ്പൻ്റെ അനുഗ്രഹം കൂടിയേ തീരൂ. അതുകൊണ്ട് നമുക്ക് ഒരു ഭക്തിഗാനം കേട്ടതിന് ശേഷം നമ്മുടെ യാത്ര തുടരാം. മലമേലെ എൻ്റെ സന്നിധാനം, ഇങ്ങിവിടെ താഴ്വരയിൽ എന്നേകാന്ത സഞ്ചാരം. ശരണം ശരണം എൻ്റെ സ്വാമി, എൻ്റെ വിളിയൊന്നു കേൾക്കെൻ്റെ സ്വാമി. ഇരുമുടിയേൽക്കൂ സ്വാമി, എൻ്റെ പാദങ്ങൾ നോവുകയല്ലോ. കാടിന്നിരുൾ മുടിയാകെ മലങ്കാറ്റേറ്റുലയുകയാ. കാട്ടാനകളുടെ മേട്ടി കരിമ്പുലിയുടെ മൂളൽ കേട്ടു. തുണയിവിടാരുമില്ല ആരുമില്ല പൊന്നയ്യപ്പനേ. അങ്ങകലെ മലമേലെ എന്നയ്യന്റെ സന്നിധാനം. തക്കടതക്കം തട്ടി തട്ടി തക്കടതക്കം തട്ടി തട്ടി തഞ്ചി നെഞ്ചുടുക്ക് കൊഞ്ചി തഞ്ചി കൊഞ്ചി നെഞ്ചുടുക്ക്. ശരണം ശരണം എന്റെ സ്വാമി, ശരണം ശരണം എന്റെ സ്വാമി. തങ്കടതക്കം തട്ടി തട്ടി തക്കടതക്കം തട്ടി തട്ടി തഞ്ചി നെഞ്ചുടുക്ക്. ദീപാരാധനയ്ക്ക് സോപാനത്തിലൊന്ന് തൊഴുതു മടങ്ങാൻ മോഹം. വാക്കിൻ പാട്ടിൽ കോർത്തെടുത്ത് ചാർത്താനുള്ളിൽ മോഹം. ശരണം ശരണം ശരവണ സോദര ശരണം ശരണമപ്പാ. ഹരിഹര സുതനേ ഗിരിവര നിലയാ ശരണം ശരണമപ്പാ. തിരുവാഭരണം ചാർത്തിയ രൂപം കാണാൻ തുണ വേണം, അയ്യനെ കാണാൻ തുണ വേണം. മലമേലെ എൻ്റെ സന്നിധാനം. വട്ടം കൊട്ടി കൊട്ടി പൂക്കില കയ്യിൽ തുള്ളി തുള്ളി ചാടാനുള്ളൊരുങ്ങി, തുള്ളി തുള്ളി പാടാനുള്ളൊരുങ്ങി. ശരണം ശരണം എന്റെ സ്വാമി, ശരണം ശരണം എന്റെ സ്വാമി. ചെങ്കില വട്ടം കൊട്ടി കൊട്ടി പൂക്കില കയ്യിൽ തുള്ളി തുള്ളി ചാടാനുള്ളൊരുങ്ങി. മതിമോഹനമൊരു ഭജനാവലി ശ്രുതി ചേർന്നൊഴുകി മനം. ശ്രുതിയിൽ ചേർന്നു ലയിക്കേ ഉള്ളം തന്നെ താനെ മറന്നു. ശരണം 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 പാടി പദതാരിണ തേടാ. ഉലകം മുഴുവൻ പോറ്റിയുണർത്തും മഹിഷി മർദ്ദന ശരണം. പ്രണവം ചൊല്ലി പടിയൊന്നേറാൻ അടിയനു വരം തരണേ പൊന്നയ്യപ്പ, അടിയനും പദശരണം. അങ്ങകലെ മലമേലെ എൻ്റെ സന്നിധാനം.
മനോഹരമായ സംഗീതവും കേട്ട് നാം നമ്മുടെ യാത്ര അച്ചൻകോവിലിൽ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുമ്പോൾ നാം സഞ്ചരിക്കുന്നത് മനോഹരമായ പ്രകൃതി കാഴ്ചകളിലൂടെയാണ്. നമ്മുടെ ബസ് കടന്നു പോകുന്ന വഴിയോരം സ്ഥിതി ചെയ്യുന്നത് തന്നെ മനോഹരമായ ഒരു പുഴയ്ക്ക് സമാന്തരമായിട്ടാണ്. അച്ചൻകോവിൽ കൊല്ലം ജില്ലയിലെ പത്തനാപുരം താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദേവാലയമാണ്. കേരളത്തിൻ്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി പരശുരാമൻ സ്ഥാപിച്ചതാണ് ഈ ക്ഷേത്രം എന്നാണ് ഐതിഹ്യം. എന്നാൽ ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ മലയാളികളെക്കാൾ തമിഴ്നാട്ടിലുള്ള ഭക്തരെയാണ് ഇവിടം കൂടുതൽ ആകർഷിക്കുന്നത്. അരണ്യശാസ്താ ക്ഷേത്രങ്ങളിൽ ഒന്നായ ഇവിടെ ഗൃഹസ്ഥാശ്രമിയായ ശാസ്താ സങ്കല്പമാണ് നിലനിൽക്കുന്നത്. പത്നി സമേതനായ ശാസ്താവിൻ്റെ പ്രതിഷ്ഠ നടന്നത് കൊല്ലവർഷം 1106 മകരം 12-നാണ് എന്നാണ് ചരിത്രം. പത്തനാപുരം ആലിമുക്കിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് വനത്തിലൂടെ ഒരു പാതയുണ്ട്. ആ പാതയിലൂടെയാണ് ഇപ്പോൾ നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിലെ തെങ്കാശി വഴിയും ഈ ക്ഷേത്രത്തിൽ എത്താം. അയ്യപ്പൻ ഗൃഹസ്ഥനായി നിലകൊള്ളുന്ന ക്ഷേത്രം ശബരിമലയും അയ്യപ്പനും വാർത്തകളിൽ എന്നും നിറഞ്ഞു നിൽക്കുകയാണ്. അയ്യപ്പൻ്റെ മൂർത്തി സ്വഭാവത്തെക്കുറിച്ച് ചരിത്രവും ഐതിഹ്യങ്ങളും കീറി പരിശോധിക്കുന്ന സമയമാണിത്. അയ്യപ്പൻ പത്നി സമേതനായി കുടികൊള്ളുന്ന അച്ചൻകോവിൽ ക്ഷേത്രത്തെക്കുറിച്ച് നാം കൗതുകത്തോടെയാണ് ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ അയ്യപ്പൻ പത്നി സമേതനായി വാഴുന്നു എന്നാണ് വിശ്വാസം. പൂർണ്ണ, പുഷ്കല എന്ന ഭാര്യമാർക്കൊപ്പം തന്നെ കാണാനെത്തുന്ന ഭക്തർക്ക് അനുഗ്രഹം നൽകും എന്നാണ് ഇവിടുത്തെ ഭക്തർ വിശ്വസിച്ചു വരുന്നത്. ശബരിമലയിൽ ധ്യാനനിരതനായ ശാസ്താവ് അച്ചൻകോവിലിൽ ഗൃഹസ്ഥനായാണ് വാഴുന്നത്. പൂർണ്ണ, പുഷ്കല എന്ന ഭാര്യമാർക്കൊപ്പം ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്ന മൂർത്തിയായി ഇവിടെ നിലകൊള്ളുന്നു. ഇവിടെ ധർമ്മശാസ്താവിൻ്റെ പരിവാര മൂർത്തിയായ കറുപ്പുസ്വാമിക്ക് വളരെ പ്രാധാന്യമുണ്ട്. കറുപ്പൻ തുള്ളൽ എന്ന ചടങ്ങും ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. മഹിഷി നിഗ്രഹത്തിന് മണികണ്ഠനെ സഹായിക്കാൻ സൃഷ്ടിച്ച ഭൂതഗണമാണ് കറുപ്പൻ എന്നാണ് വിശ്വാസം. ധനുമാസത്തിലാണ് ക്ഷേത്രത്തിൽ ഉത്സവം നടക്കാറ്. കൊല്ലം ജില്ലയിൽ പത്തനാപുരത്ത് ആണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തമിഴ് വംശജരായ വിശ്വാസികളാണ് ഈ ക്ഷേത്രത്തിൽ ഏറ്റവും അധികം എത്തുന്നതും ഇവിടെ തങ്ങളുടെ നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുന്നതും. അച്ചൻകോവിൽ ശാസ്താവ് വിഷാഹാരിയാണ് എന്നാണ് വിശ്വാസം. അത്താഴപൂജയ്ക്ക് ശേഷം ആവശ്യം വന്നാൽ നട തുറക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് അച്ചൻകോവിൽ ക്ഷേത്രം. കൽപ്പാത്തി രഥോത്സവം കഴിഞ്ഞാൽ രഥോത്സവം നടക്കുന്ന പ്രധാന ക്ഷേത്രം കൂടിയാണ് അച്ചൻകോവിൽ. ഇങ്ങനെ നാം അച്ചൻകോവിലിനെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം സഞ്ചരിച്ചിരുന്ന ബസ് അച്ചൻകോവിലിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്.